ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം രേണുസുധിയുടെ പുതിയ ഐറ്റം വന്നിട്ടുണ്ട് മക്കളെ. കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, ഞാൻ ഇടുന്ന പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളായി രേണുസുധി ലൈവിൽ കാട്ടിക്കൂട്ടിയ കോപ്പറാന്തങ്ങളും നാവ് കൊണ്ടുള്ള ആ കാമക്കളികളും എല്ലാം കഴിഞ്ഞ് രേണുസുധി കുറച്ച് നന്നായി എന്നാണ് ഞാൻ കരുതി. സോഷ്യൽ മീഡിയയിൽ അതിനെതിരെ ഒരുപാട് പേര് പ്രതികരിക്കുകയൊക്കെ ഉണ്ടായി, ഞാൻ ഉൾപ്പെടെയുള്ളവർ. എന്നിട്ടും രേണുസുധി നന്നാകാനുള്ള ഒരു ലക്ഷണവും ഇല്ല. ഈ ദിവസം ഇന്നലെ രേണുസുധിയുടെ ഒരു ലൈവ് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ രേണുസുധി എന്താ കൂട്ടിയെന്ന് പറയുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം രേണുസുധി കാണിച്ചത് ന്യായീകരിച്ച് രേണുസുധി പറഞ്ഞിട്ടുണ്ട്. ചുണ്ടിങ്ങനെ കൊണ്ട് കാണിച്ചത്, ചുണ്ടിൽ ഇവിടെ ചെറിയൊരു പൊട്ടലുണ്ടായി, ചുണ്ട് പൊട്ടി, അപ്പോൾ അത് കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ചെയ്തു. ഈ തവണ രേണുസുധി പുതിയ ഒരു നിക്കറൊക്കെ ഇട്ട് ഇവിടം വരെയുള്ള ഒരു ഇതൊക്കെ ഇട്ട് ലൈവിലൊരു ഐറ്റം അവതരിപ്പിച്ച്. അതിലെന്താണ് പറയാനുള്ളത്? നന്നാകുന്ന ഒരു ലക്ഷണവും ഇല്ല ആ സ്ത്രീയെ. അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഒരു സ്ത്രീ. ഇത്രയൊക്കെ ജനങ്ങൾ അവരെ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്നിട്ട് ബാക്കിയുള്ളവർ തെറിവിളി ഒക്കെയാണ്. ഭയങ്കര അഹങ്കാരമാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുപോലെയൊക്കെ കാണിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും. അതിന് മറുപടി നമ്മൾ പറഞ്ഞല്ല, അവരുടെ തെറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു നിക്കറും ഇട്ട് ഇവിടം വരെ ഒരു നിക്കറും ഇട്ട് ഇവിടം വരെ ഒരു കുട്ടി ഇത് ഇട്ടിട്ട് ലൈവിൽ കാട്ടിക്കൂട്ടിയ പുതിയതായി കാട്ടിക്കൂട്ടിയതാണ്. ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു? എന്നിട്ട് ആ ലൈവിൽ പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? പിന്നെ കുറച്ച് ദിവസമായി എന്നെ കണ്ടില്ല, നിങ്ങളാരും വിഷമിക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, കുറച്ച് തിരക്കായിപ്പോയി എന്നൊക്കെ പറയുവാണ്. ഇത് സബ്സ്ക്രൈബറിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി ഇവർ കാട്ടിക്കൂട്ടുന്നതാണ്. അതുപോലെ ഇവിടെ ഒക്കെ ഒരു പ്രത്യേക രീതിയിലൊക്കെ കാണിച്ച്, ഈ ഭാഗമൊക്കെ കാണിച്ച് ഒക്കെയാണ് ആ ലൈവ് നടത്തിയിരിക്കുന്നത്. ഇന്നലെ നടത്തിയ ലൈവാണ്, പുതിയതായിട്ട് നടത്തിയ ലൈവാണ്. പഴയ ലൈവെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പുതുതായിട്ട് നടത്തിയ ലൈവെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവർക്ക് നന്നാകുന്ന ഒരു ലക്ഷണവും ഇല്ല. ഇത്രയും തെറിവിളികളും ഇത്രയും ഇത് കേട്ടിട്ട് ഇപ്പം അവർക്ക് അത്യാവശ്യം സിനിമകളും ഒക്കെ കിട്ടുന്നുണ്ട്. ആൽബം കൂടുതലും കിട്ടുന്നുണ്ട്, ആൽബം ഷോർട്ട് ഫിലിം ഒക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ പോരാ. മനുഷ്യനായ ഒരു കുറച്ചെങ്കിലും ഒരു ഇത് വേണ്ടേ? ആ ഈ ലൈവിൽ കണ്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പുതിയ ഒരു ലൈവ് ആകുമ്പോൾ ഒരു ചാനലും അധികം വാർത്ത വന്നില്ല. പക്ഷെ ഇത് വാർത്തയാക്കണം എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാനിത് വാർത്തയാക്കുന്നത്. എത്രയോ പേര് ആദ്യം നടന്ന ആ ചുണ്ടായിട്ടിട്ടുള്ള ആ കാമക്കളിക്ക് എന്തേറെ പേര് ചീത്ത വിളിക്കുക, എത്ര പേര് ഇത് ചെയ്യും. ഇങ്ങോട്ട് ഒരു ഇതും ഇല്ല. പല ആളുകൾ അവരെ ചീത്ത പറഞ്ഞ് രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇവർക്കിപ്പോൾ അത്യാവശ്യം പോസിറ്റീവ് ആകുന്ന സമയത്ത് പിന്നെ അവർ നെഗറ്റീവിലേക്ക് തന്നെ അറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാശു അല്ലെ സബ്സ്ക്രൈബിൻ്റെ എണ്ണം കൂട്ടുക, അങ്ങനെ എന്തോ ഒരു ധാരണയുണ്ട് അവർക്ക്. ആരോ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഇതൊക്കെ ചെയ്താൽ മതി ചേച്ചി, സബ്സ്ക്രൈബ് കൂടും, പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടായിരിക്കാം. എന്നാലും മനുഷ്യരൊക്കെ കാണുമ്പോൾ ഒരു ഇത് വേണ്ടേ? നിങ്ങൾ തന്നെ പറ. ഒരു വീഡിയോ ഇതുപോലെ ലൈവായിട്ട് ഇതായെന്ന് പറഞ്ഞ് ആ ഇട്ടയാളെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തിട്ടാണ് സുധി. നീയൊക്കെ കുറെ ആസ്വദിച്ചില്ലേടാന്നൊക്കെ പറഞ്ഞു. എന്നിട്ടാണ് രണ്ടാമത്തെ ലൈവ്, അത് ഇന്നലെ രാത്രി. ആലോചിച്ച് നോക്കി. നന്നാകുന്ന ഒരു ലക്ഷണവും ആ സ്ത്രീ ഇല്ല. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും.